നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രതാപ, ടാബ്ലറ്റ്സ് കഴിക്കാനുള്ള സമയമായി. ഞാൻ എടുത്തോണ്ട് വരട്ടെ? എനിക്ക് വേണ്ട ചേച്ചി. അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു ചേച്ചി അശ്വിനോട് അങ്ങനെയൊക്കെ പറയാൻ? അവള് കാണിച്ചു കൂട്ടിയതൊക്കെ ഇപ്പോ ശ്രീകലയും പരമേശ്വരനൊക്കെ അറിഞ്ഞു കാണും. അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായി കാണും. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം പ്രതാപ? മുഖത്ത് നോക്കി അശ്വിനോട് ഋതിക കാര്യം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്ക് ഈ ബന്ധത്തിനോട് താല്പര്യം കാണില്ല. തീർച്ചയായും അവര് മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. അശ്വിന്റെ ലീവ് കഴിയുന്നതിന് മുൻപ് വിവാഹം നടത്തണമെന്നല്ലേ അവരുടെ ആഗ്രഹം. ഈ വിവാഹത്തിന് നമുക്ക് യോഗമില്ലെന്ന് കരുതി ആശ്വസിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? എല്ലാം വിധി. എന്തുണ്ടെങ്കിലും മടി കാണിക്കാതെ എന്നോട് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ശ്രീകലയ്ക്കും പരമേശ്വരനും നൽകിയിട്ടുള്ളതാ. എന്നിട്ടും ഇതുവരെ അവരെന്നെ ഒരു കോള് പോലും ചെയ്തിട്ടില്ല. അശ്വിൻ അവരോട് ഇതൊക്കെ പറഞ്ഞു കാണൂ. പറഞ്ഞെങ്കിൽ അവരത് എങ്ങനെ റിസീവ് ചെയ്യാ? എനിക്കതറിയണം. പ്രതാപ, അവരിങ്ങോട്ട് ഫോൺ ചെയ്യാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് വിളിച്ച് നമ്മുടെ വില കളയേണ്ട കാര്യമുണ്ടോ? അതങ്ങനല്ലേ ചേച്ചി. അവരോടൊന്ന് സംസാരിക്കുന്നതാ അതിന്റെ ഒരു മര്യാദ. അശ്വിൻ, വർമ്മയുടെ കോളാ. ഒന്നിങ്ങി വന്നേ. അമ്മ എടുക്ക്, സ്പീക്കറിൽ. ഹലോ വർമ്മേ. എടോ, എങ്ങനെയുണ്ടോ തന്റെ ഹെൽത്ത് ഒക്കെ? ഞാനിപ്പോ ഓക്കേടോ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താടോ തന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? താൻ കാര്യം പറയേ. അത് ഋതിക അശ്വിനോട് സംസാരിച്ച കാര്യത്തെക്കുറിച്ചാ. വിവാഹത്തെക്കുറിച്ച് ഋതിക എന്തോ അഭിപ്രായം അശ്വിനോട് പറഞ്ഞു എന്നറിഞ്ഞു. അതെ, അശ്വിൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ തന്നെ അങ്ങോട്ട് ഫോൺ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു. അശ്വിൻ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഹർട്ടായി. ഐ ആം റിയലി സോറി. താൻ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ദാ അശ്വിന് ഫോൺ കൊടുക്കാം. ദാ മോനെ, സംസാരിക്ക. ഹലോ അങ്കിൾ. മോനെ, അശ്വിന് ഫീലൊന്നും ആയില്ലോ അല്ലേ? ഒരിക്കലും ഇല്ല അങ്കിൾ. സത്യത്തിൽ ഋതിക എന്നോട് ഫ്രീ ആയിട്ട് സംസാരിച്ചത് അതെനിക്ക് വളരെ ഇഷ്ടമായി. മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ധൈര്യം അത് ഋതിക കാണിച്ചത് വളരെ നല്ല കാര്യമല്ലേ? പക്ഷെ അവള് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നല്ലേ മോനോട് പറഞ്ഞത്? അവളങ്ങനെ പറഞ്ഞു. പക്ഷേ അവൾ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് അങ്കിളിന് അറിയാവോ? ഋതികയ്ക്ക് അങ്കിളിനോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.